ഹലോ ഗൈസ്, ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് ഫർദീൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു മ്യൂസിക് നിർമ്മിക്കാമെന്നാണ്. നമ്മളെ പോലെയുള്ള കൊച്ചു കുട്ടികൾക്ക് പെട്ടെന്നൊരു മ്യൂസിക് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനാദ്യമായി നമ്മൾ വാഗ് ബാൻഡ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്നാണ് നമ്മൾ മ്യൂസിക് നിർമ്മിക്കേണ്ടത്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കിത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഞെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിനി നമ്മുടെ ആപ്പിലേക്ക് പോകാം. ആപ്പ് നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ മൾട്ടി ട്രാക്ക്, കീബോർഡ്, ഡ്രം കിറ്റ്, ഗിത്താർ, ബാസ്, ഡ്രം മെഷീൻ എന്ന കുറേ ഓപ്ഷൻസ് കാണാം. നമുക്കിപ്പോൾ ഒരു മ്യൂസിക്കാണ് നിർമ്മിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ മൾട്ടി ട്രാക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചൊരു മ്യൂസിക്കായിരുന്നു. അത് വീണ്ടും ഒന്നും കൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം. ന്യൂ സോങ്, ക്രിയേറ്റ് ഫ്രം റെക്കോർഡിങ്സ്. അതിൽ നമ്മൾ ന്യൂ സോങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നെയിം, സിഗ്നേച്ചർ, മെഷർമെൻറ്റ്, BPM എന്ന് കാണും. നമുക്കിതിൽ ഇത് രണ്ടും ആവശ്യമില്ല. മെഷർമെൻറ്റും BPM മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് മെഷർ എടുത്തിട്ട് ഒരു 11 സെറ്റ് ചെയ്ത് കൊടുക്കാം. BPM ഒരു 100 സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഓക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ പിക്ചർ കാണാം. നമ്മൾ അതിൽ ഡ്രം പാഡ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അതനുസരിച്ച് നിങ്ങൾ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻ്റ് എടുക്കുക. ഫസ്റ്റ് ഡ്രം പാഡ് തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ എങ്ങനെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു റെഡ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത 11 മെഷർമെൻറ്റ് കാണും. അതുവരെ ആയിരിക്കും നമ്മുടെ അത് ഇപ്പം നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനൊരു ഓപ്ഷൻ ഇങ്ങനെ നീങ്ങിപ്പോവും. അത് അങ്ങ് 11 എത്തുന്നിടം വരെ നമ്മൾ മ്യൂസിക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റെക്കോർഡായി കിട്ടൂ. നമുക്ക് അന്നേരം റെക്കോർഡ് ചെയ്യാം. അതിൽ ഈ റെഡ് ബട്ടണിൽ ഞെക്കുക. അങ്ങനെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നിങ്ങളെ കാണിച്ചിരിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ എൻ്റെ ഇൻ്റർഫേസ് എത്തിയപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് അവിടെ കാണാം. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മ്യൂസിക് കയറ്റാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഇതിൽ ഞെക്കുക. ഞാൻ വീണ്ടും ഡ്രം പാഡിൽ തന്നെയാണ് പോകുന്നത്. അന്നേരം നമ്മൾ മ്യൂസിക് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഏത് ഇൻസ്ട്രുമെൻറ്റ് കയറ്റും, ഏത് ഇൻസ്ട്രുമെൻറ്റ് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ കൂടെ ചേരുമെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലേ ബട്ടണിൽ ഞെക്കുക. ഓക്കെ, അന്നേരം ഇതെനിക്ക് ചേരുമെന്ന് തോന്നി. എന്നിട്ട് നമ്മൾ ഈ ഓപ്ഷൻ നേരെ പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, അത് എത്തിയിട്ടുണ്ട്. നമുക്കിനി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മറ്റേ ഓപ്ഷനിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ഇനി അടുത്ത ബാസാണ് കയറ്റേണ്ടത്. അതും കൂടി ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ അതും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് KGF മൂവിയിലെ BGM ആണ്. അത് നമുക്ക് വീണ്ടും ഇൻസ്ട്രുമെൻറ്റ്സ് എടുക്കാം. ഇതിൽ ഞാൻ കീബോർഡ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് മ്യൂസിക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മ്യൂസിക് സെറ്റ് ചെയ്യാം.
ഗൈസ് അങ്ങനെ ചെറിയ പിഴവുകളൊക്കെ ഉണ്ട്. ഞാനിത് തുടക്കത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതൊന്ന് നമ്മൾ സെറ്റ് ചെയ്തൊന്ന് കേട്ട് നോക്കാം. കുറച്ച് പിഴവുകളൊക്കെ ഉണ്ട്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്പിൻ്റെ പേര് മറക്കരുത്, വാക്ബാൻഡ് എന്ന ഈ ആപ്പാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ.